കേരളീയ ദർശൻ TV അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പരിപാടിയിലേക്ക് ബഹുമാന്യ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും അതിൻ്റെ ഫലം പുറത്തു വന്ന് ആഹ്ലാദ പ്രകടനവും എല്ലാം തീർന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പ്രതിവാദങ്ങളും വിമർശനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലുകളുമെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് അതിന് കാരണം? അതിലേക്കൊന്ന് ആദ്യമായി കടന്നു ചെല്ലാനാണ് ശ്രമിക്കുന്നത്. 48 മണ്ഡലങ്ങൾ, അതിൽ ഒരു ലോക്സഭാ മണ്ഡലവും 47 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള ലോകസഭാ തെരഞ്ഞെടുപ്പ്, ആ ലോകസഭയിൽ ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ പുതിയ നേതാവ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടന്ന നിയമസഭയിലേക്കുള്ള 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നിൽ കോൺഗ്രസും മറ്റൊന്നിൽ ഇടതുപക്ഷ മുന്നണിയും വിജയിച്ചു. അതിനെ ചൊല്ലിയാണ് കേരളത്തിലെ നേതാക്കന്മാർ, കോൺഗ്രസുകാരും CPIMകാരും BJPക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ മറ്റ് ഘടകകക്ഷികൾപ്പെട്ട മറ്റുള്ളവർ നിശബ്ദം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവരാരും തന്നെയും അഭിപ്രായം പറഞ്ഞിട്ടില്ല. അഭിപ്രായം പറഞ്ഞു എന്ന് പറയണമെങ്കിൽ അത് NDAയിലെ ഒരു ഘടകകക്ഷി മാത്രമാണ് അവരുടേതായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അത് BJPയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ്. എന്താണ് ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? ബഹുഭൂരിപക്ഷം സീറ്റുകളും BJPക്കാണ് ലഭിച്ചത്. സഭയിലേക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ ജയിച്ചതാവട്ടെ വലിയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിലെ പ്രിയങ്ക ഗാന്ധി. ഇത്രയധികം ഭൂരിപക്ഷം ലഭിക്കുന്നതിനുണ്ടായ രാഷ്ട്രീയ ഭൗതിക സാഹചര്യം എന്താണെന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം പാലക്കാട് ഇപ്പോഴും നിലനിൽക്കുന്ന ചില വിമർശനങ്ങളുണ്ട്. പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ചും കോൺഗ്രസും BJPയും CPMും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ വോട്ടുകൾ കോൺഗ്രസ് ഒരു കരാറിലൂടെ വാങ്ങി എന്നാണ് BJPയും CPMും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPIയുടെയും വോട്ടുകൾ കാലാകാലങ്ങളിൽ പല രാഷ്ട്രീയ പാർട്ടികളും ഇടത് വലത് ഭേദമന്യേ വാങ്ങിയിട്ടുണ്ട്. തിരഞ്ഞെടുക്കുമ്പോൾ മുന്നിൽ കാണുന്ന ഒരേ ഒരു അജണ്ട വിജയമാണ്. അങ്ങനെ വിജയിക്കുന്നതിന് വേണ്ടി ഏത് മാർഗവും, ഏത് ചെകുത്താന്റെ വോട്ടും സ്വന്തം തന്റെ പോക്കറ്റിലേക്ക് വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ നിന്നുകൊണ്ട് പറഞ്ഞാൽ
ഒരു അടവ് തന്ത്രം എന്ന നിലയിൽ ആ ശത്രുവിന്റെ വോട്ടും സ്വന്തം പോക്കറ്റിലാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ മെനയാറുണ്ട്. കാലാകാലം നാളിതുവരെ നടന്നിട്ടുള്ള, പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തെ മാത്രം എടുത്താൽ, കേരളത്തിന്റെ പ്രഥമ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ ഈ ഒരു പ്രക്രിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും പയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം പ്രത്യേകിച്ച് വിമർശിക്കേണ്ടുന്ന കാര്യമുണ്ടോ എന്നത് ആ വിമർശിക്കുന്ന പാർട്ടികൾ ആലോചിക്കേണ്ടതാണ്. വിമർശിക്കുമ്പോൾ തങ്ങൾ എപ്പോഴെങ്കിലും വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ വോട്ടുകൾ വാങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിയിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ 2021 അവിടെ LDF കിട്ടിയ വോട്ട്, ആ വോട്ട് ഇപ്രാവശ്യം 2024 ആയപ്പോൾ കുറഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2021 LDF സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് കൂടി പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പോഴത്തെ വോട്ടും കൂടി താരതമ്യം ചെയ്ത് നോക്കിയാൽ 860 വോട്ടിന്റെ കുറവ് വന്നതായി കാണാം. അത് 2016 ചെല്ലുകയാണെങ്കിൽ LDF അന്ന് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് നല്ല വോട്ടാണ് അന്ന് ലഭിച്ചത്. അന്ന് 38,675 വോട്ടാണ് ലഭിച്ചത്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ LDF ലഭിച്ച വോട്ടാവട്ടെ 37,293. ഈ 1,382 വോട്ട് കുറവ് വരാനുണ്ടായ സാഹചര്യം, ഈ 1,382 വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നാണ് BJP ചോദിക്കുന്നത്. കോൺഗ്രസുകാർ അടക്കത്തിൽ ചോദിക്കുന്നതും ഇത് തന്നെയാണ്. എന്താണ് സംഭവിച്ചത്? അവിടുത്തെ രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ കോൺഗ്രസ് വിജയിച്ചപ്പോഴെല്ലാം അല്ല, BJP 2ാം സ്ഥാനത്താണ് വന്നത്. ഇപ്പോഴും BJP 2ാം സ്ഥാനത്താണ്. അവിടെ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിച്ച BJPയുടെ സ്ഥാനാർത്ഥി E. ശ്രീധരൻ. E. ശ്രീധരന് ആണ് അവിടെ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഒരു 3000-ലധികം വോട്ടിന്റെ വ്യത്യാസം ജയിച്ച സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും തമ്മിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെയെല്ലാം രാഷ്ട്രീയമായ ചില അടിയൊഴുക്കുകൾ സംഭവിക്കുന്നത് എല്ലാ പ്രാവശ്യവും സ്വാഭാവികം. അത് എല്ലാ മണ്ഡലങ്ങളിലും നടക്കാറുണ്ട്. എല്ലാ വോട്ടുകളും വർഗീയ കക്ഷികളുടെ വോട്ടുകൾ, അത് SDPയുടെ വോട്ടായാലും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടായാലും വെൽഫെയർ പാർട്ടിയുടെ വോട്ടായാലും മുൻപെല്ലാം ഇന്ന് കുറ്റപ്പെടുത്തുന്ന ജനസംഘം, ആ ജനസംഘത്തിന്റെ വോട്ടെല്ലാം ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്ന് പ്രത്യേകിച്ചും 77 പൊതു തെരഞ്ഞെടുപ്പിൽ ജനസംഘം നേതാവ് KG മാരാർക്കും O. രാജഗോപാലിനും വേണ്ടി EMS അടക്കമുള്ള നേതാക്കൾ ആ മണ്ഡലങ്ങളിൽ പോയി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ മറന്ന പേജുകൾ. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, സംഭവിക്കാറുണ്ട്. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നീട് ഇപ്പോൾ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതയാണ്.
ഈ പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നബിയുടെ താഴ്വഴിക്കാരാണെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് പാണക്കാട് ശിഹാബ് തങ്ങളുടെ വാക്ക് അവസാനത്തെ വാക്കായി ഇന്നും മുസ്ലിം ലീഗ് കാണുന്നത്. പാണക്കാട് തങ്ങൾക്കെതിരെ ആദ്യമായി രംഗത്ത് വന്നത് അവിടെ നടക്കുന്ന പ്രവർത്തികളെല്ലാം അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ്, അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂമ്പാരമാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അതിനെതിരെ ആദ്യമായി ശ്രദ്ധിച്ചത് കോൺഗ്രസ് നേതാവ് ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ, കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ആര്യാടൻ ഷൗക്കത്താണ്. അദ്ദേഹം കോൺഗ്രസിന്റെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, കോൺഗ്രസിന്റെ ജില്ലാ നേതാവായിരുന്നു. ആ ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട് കുടുംബത്തിനെതിരെ അവിടെ നടക്കുന്ന അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചില പ്രവൃത്തികളുടെ പച്ചയായ കാര്യങ്ങൾ പുറത്തു പറഞ്ഞപ്പോൾ അന്ന് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിച്ചത്. കാര്യം കോൺഗ്രസിന്റെ ഉള്ളിലിരിക്കുന്ന ഭയമായിരുന്നു, വോട്ട് നഷ്ടപ്പെടുമെന്നുള്ള ഭയമായിരുന്നു അതിന് കാരണം. അവസ്ഥയിൽ ഇപ്പോഴത്തെ അവസ്ഥയിലും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കാരണം പാണക്കാട് തങ്ങളാണ് മുസ്ലിം ലീഗിന്റെ അനിഷേധ്യ നേതാവ്, പ്രസിഡന്റ് എല്ലാം നാളുവരെ അങ്ങനെയായിരുന്നു. ആ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി എന്നും കരുതലോടുകൂടി മാത്രമേ, ജാഗ്രതയോടുകൂടി മാത്രമേ അത്തരം പ്രശ്നങ്ങളിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാണക്കാട് തങ്ങളെ വിമർശിച്ചിരിക്കുന്നു. അത് എന്തോ ഒരു വലിയ അത്ഭുതമായിട്ടാണ് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ കൊട്ടിഘോഷിക്കുന്നത്. പാണക്കാട് തങ്ങൾമാരെന്ന് പറയുന്ന അവരും മനുഷ്യരാണ്, രാഷ്ട്രീയ നേതാക്കളാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെ വിമർശിക്കാൻ ഈ നാട്ടിലെ ആർക്കും അവകാശമുണ്ട്. ഒരു മനുഷ്യനെ വിമർശിക്കാൻ ഈ നാട്ടിലെ എല്ലാവർക്കും അവകാശമുണ്ട്. തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ, തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് കണ്ടാൽ, ജനങ്ങൾക്ക് പ്രയോജനമല്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് തോന്നിയാൽ വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വളരെ കർശനമായി തന്നെ ആ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. അത് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ടുള്ള ബാന്ധവമാണ്. അയോധ്യ സംഭവം, അവിടെ മാർബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ലീഗ്, അന്ന് കോൺഗ്രസിന്റെ ഭരണമായിരുന്ന കേന്ദ്രത്തിൽ, അന്ന് ലീഗ് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് കേരളത്തിലെ ഭരണത്തിന്റെ ശീതളഛായയിൽ കഴിയുകയായിരുന്നു. അതൊക്കെ തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ആരും പ്രത്യേകിച്ച് പുണ്യാളം ചമയേണ്ട കാര്യമില്ല. എല്ലാവരുടെ കയ്യിലും കളങ്കമുണ്ട്, കളങ്കത്തിന്റെ കറുപ്പുണ്ട്. ആ കറുപ്പിന്റെ വലിപ്പത്തിൽ മാത്രമേ വ്യത്യാസങ്ങളുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രിയങ്ക ഗാന്ധിയുടെ വൻ വിജയമാണ്. വൻ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് അവർ അവിടെ വിജയിച്ചത്. അതിനുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിമർശനാത്മകമായ രീതിയിൽ വിലയിരുത്താനാണ് ശ്രമിക്കുന്നത്. വയനാട്ടിൽ ഒരു പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള, ഏതെങ്കിലും ഒരു മുക്കിൽ പോയി പൊതുപ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസിനോ അവകാശപ്പെടാനാവില്ല.
കേരളത്തിൽ എവിടെയെങ്കിലും അവരൊരു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി അപൂർവ ചില യോഗങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം. അവരെന്തെങ്കിലും പ്രവർത്തനം കാഴ്ചവെച്ചതായിട്ട് ആർക്കും പറയാനാവില്ല. എന്നാൽ അവിടെ അവർ അപ്രതീക്ഷിതമായ ഭൂരിപക്ഷം, വൻ ഭൂരിപക്ഷം എതിർ സ്ഥാനാർത്ഥിയെ വളരെ വളരെ പിന്നിലാക്കിക്കൊണ്ടാണ് അവർ മുന്നേറിയിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയാവട്ടെ CPIയുടെ സംസ്ഥാന നേതാവ് സത്യൻ മൊകേരിയാണ്. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലഘട്ടം തൊട്ട് പൊതുപ്രവർത്തനത്തിലൂടെ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ, യുവജന പ്രസ്ഥാനത്തിലൂടെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്. അദ്ദേഹത്തെയാണ് വളരെയധികം വോട്ടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ട്, 3 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഇളമുറയിൽപ്പെട്ട ഒരു യുവ നേതാവ്, കുടുംബ പാരമ്പര്യത്തിന്റെ മഹിമയിൽ മാത്രം നെഹ്റു കുടുംബത്തിലെ ഇളം തലമുറയിൽപ്പെട്ട ഒരു അംഗം എന്ന നിലയിലാണ് അവർക്ക് ഇത്രയധികം വോട്ടുകൾ ലഭിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മാത്രമല്ല, അവിടെ ഒരു വിഭാഗം രാഷ്ട്രീയം മറന്നുകൊണ്ട് മുസ്ലിം ലീഗും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലെ 90%-ത്തിലധികം വോട്ടുകളും ലഭിച്ചത് പ്രിയങ്ക ഗാന്ധിക്കാണ്. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ, അത് കോൺഗ്രസിലായാലും അത് ഇടതുപക്ഷ പാർട്ടികളിലായാലും അവരിൽ നിന്നും ഒരു ചെറിയൊരു ശതമാനമെങ്കിലും വോട്ടുകൾ, അതായത് ഇടതുപക്ഷ മുന്നണിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെ വയനാട്ടിൽ ഉദാഹരണമായി 2-3 പഞ്ചായത്തുകൾ എടുത്തു പറയാം. പുൽപ്പള്ളി പഞ്ചായത്ത് കാലാകാലങ്ങളായി ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പഞ്ചായത്ത്. കൂതാളി പഞ്ചായത്ത് പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പഞ്ചായത്ത്. തിരുനെല്ലി പഞ്ചായത്ത്, അവിടുത്തെ 90% ജനങ്ങളും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്, ഇടതുപക്ഷ പാർട്ടികളുടെ പ്രവർത്തകരാണ്. മറ്റൊന്ന് സുൽത്താൻ ബത്തേരി നഗരസഭ, അവിടെയും ഇടതുമുന്നണിക്ക് സ്വാധീനമുള്ള നഗരസഭയാണ്. ഇവിടെയെല്ലാം ഇപ്രാവശ്യം ബഹുഭൂരിപക്ഷം വോട്ടുകളും പ്രിയങ്ക ഗാന്ധിക്കാണ് കിട്ടിയത്. അവിടെയെല്ലാം എടുത്തു പറയുന്ന ആ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു സംസാര വിഷയങ്ങളിൽ ഒന്നാണ്. അവിടെ CPIM ശുഷ്കാന്തി കാണിച്ചില്ല. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്നതിൽ CPIM വീഴ്ച വരുത്തി എന്നാണ് അന്നാട്ടിലെ CPIക്കാർ മാത്രമല്ല മറ്റ് പാർട്ടികളിൽപ്പെട്ട ആൾക്കാർ പോലും പറയുന്നത്. അത് വിലയിരുത്തേണ്ടതാണ്. അത് ആ പാർട്ടി വിലയിരുത്തേണ്ടതാണ്. ഇടതുപക്ഷ മുന്നണി വിലയിരുത്തപ്പെടേണ്ടതാണ്. ഇടതുപക്ഷ മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ആ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി തീർക്കുക മാത്രം ചെയ്യുക, വോട്ടുകൾ മറുഭാഗത്ത് കൊടുക്കുക. ഇതൊക്കെ കാര്യക്ഷമമായി കാലാകാലങ്ങളിൽ പരിശോധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴതിൽ കുറച്ചെങ്കിലും മാറ്റം വന്നേനെ. അവിടെ ആനി രാജ മത്സരിച്ചപ്പോഴുണ്ടായ സ്ഥിതി അത് വളരെ ഗുരുതരമായി ഇപ്പോൾ പറയുന്ന പോലെ തന്നെ അന്നും സംഭവിച്ചത്. അതെല്ലാം ഗൗരവത്തോടെ കണക്കെടുത്തുകൊണ്ട് ഒരു ആത്മപരിശോധന നടത്താൻ ഇടതുപക്ഷ പാർട്ടികൾ തയ്യാറായിരുന്നുവെങ്കിൽ, ആ തെറ്റുകൾ തിരുത്താൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം ഇടതുപക്ഷ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ഇത്ര ദയനീയമായ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നുവെന്നാണ് അക്കാര്യത്തെ കുറിച്ച് എടുത്തു പറയാനുള്ളത്. മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്ര, ജാർഖണ്ഡ്. മഹാരാഷ്ട്രയിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും BJP മുന്നണി NDA തൂത്തുവാരിയിരിക്കുന്നു. അവിടെ 288 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 230 മണ്ഡലങ്ങളിലും BJP മുന്നണിയാണ് വിജയിച്ചത്.
അവർ ഭരണം സ്ഥാപിച്ചിരിക്കുന്നു, സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു. അത് BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള അവരുടെ ഭരണത്തിന് ഒരു പുതിയ പൊൻതൂവാല കൂടി ലഭിച്ചു എന്ന് വേണം അതിനെക്കുറിച്ച് വിലയിരുത്താൻ. മഹാരാഷ്ട്രയിൽ അവരുടെ എതിർകക്ഷി അല്ലെങ്കിൽ എതിർ മുന്നണിക്ക് കിട്ടിയ വോട്ടുകൾ പല മണ്ഡലങ്ങളിലും കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പിനെ ചുക്കാൻ പിടിച്ചത് BJPയുടെ സമുന്നതനായ നേതാവ് യോഗി ആദിത്യനാഥാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയവും പ്രാവീണ്യവും അച്ചടക്കത്തോടെയും ഉള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അണികളെ കൊണ്ട് നടത്തിക്കാൻ അദ്ദേഹത്തിനുണ്ടായ ഉണർവും പരിചയസമ്പന്നതയുമാണ് മഹാരാഷ്ട്രയിൽ BJPക്ക് ഇത്രയധികം സീറ്റുകൾ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അടുത്തത് ജാർഖണ്ഡാണ്. ജാർഖണ്ഡിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം BJPക്ക് പ്രതിപക്ഷത്തിരിക്കേണ്ടിയാണ് വന്നിരിക്കുന്നത്. അവിടെ ഇന്ത്യ മുന്നണിയാണ് വിജയിച്ചത്. അവിടെ ഇന്ത്യ മുന്നണിക്ക് 56 സീറ്റുകൾ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നിരിക്കുന്നു. അവിടെ BJP മുന്നണിക്ക് NDAക്ക് ലഭിച്ചത് 24 സീറ്റുകൾ മാത്രം. അതായത് പ്രതിപക്ഷത്തിന് 24-ഉം ഭരണപക്ഷത്തിന് 56 സീറ്റുകളും. BJPക്ക് ഒറ്റയ്ക്ക് അവിടെ 21 സീറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. അവിടെ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടിക്ക് 34 സീറ്റുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് വെറും 16 സീറ്റാണ്. മറ്റൊരു RJDക്ക് 4 സീറ്റ്. അവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, CPI-MLന് 2 സീറ്റ് ലഭിച്ചിരിക്കുന്നു. CPI-ML എന്ന് പറയുന്ന ഒരു നക്സലൈറ്റ് പാർട്ടിയാണ്. അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നക്സലൈറ്റ് പാർട്ടികൾ ജാർഖണ്ഡിലും പശ്ചിമ ബംഗാളിലും ബീഹാറിലും ഒക്കെ ഉണ്ട്. അങ്ങനെ അവർക്ക് 2 സീറ്റുകൾ ജാർഖണ്ഡിൽ ലഭിച്ചിരിക്കുന്നു. അത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അടുത്തതിലേക്ക് കടന്നാൽ ഇപ്പോൾ ചർച്ച ആയിരിക്കുന്ന ഒരു സംഭവം, അദാനി കമ്മീഷൻ വാങ്ങിച്ചു എന്നാണ്. അത് 1-2 രൂപയൊന്നുമില്ല, 2000-ലധികം കോടി രൂപയാണ് അദാനി കമ്മീഷൻ പറ്റിയിരിക്കുന്നു. അതിനെതിരെ കേസ് വന്നിരിക്കുന്നു, വാറണ്ട് വന്നിരിക്കുന്നു. അദാനിയെ വിമർശിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഭരണകക്ഷി പ്രതിപക്ഷങ്ങളെല്ലാം ജാഗ്രതയോടെ കരുതലോടെ മാത്രമേ അദാനിയെ വിമർശിക്കാൻ ധൈര്യപ്പെടുന്നുള്ളൂ. അതെല്ലാം അദാനി ഗ്രൂപ്പ് നിഷേധിച്ചിട്ടുണ്ട്. ഈ കമ്മീഷനെല്ലാം അദാനി ഗ്രൂപ്പ് നിഷേധിച്ചിട്ടുണ്ട്. കമ്മീഷൻ വാങ്ങാത്ത, കമ്മീഷൻ പറ്റാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യക്കകത്തുള്ളത്? കേരളത്തിലുള്ളത്. കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ കമ്മീഷൻ വാങ്ങാത്ത ഒരു 3 നേതാക്കന്മാരെ വേണമെങ്കിൽ പറയാൻ കഴിയും. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്. അതിലൊന്ന് ശ്രീ VS അച്യുതാനന്ദൻ, 2 ശ്രീ AK ആന്റണി, 3 ശ്രീ O രാജഗോപാൽ. ഇവർ 3 പേരും ആരിൽ നിന്നും കമ്മീഷൻ വാങ്ങിച്ചിട്ടില്ല, ഒരു അഴിമതിയും നടത്തിയിട്ടില്ല, ആരിൽ നിന്നും കെക്കൂലി വാങ്ങിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും ജനങ്ങൾ വിശ്വസിക്കുന്നു. അല്ലാതെ മറ്റാരെ കുറിച്ചാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിമർശനമില്ലാത്തത്? നിസ്സാരമായ ഒരു കാര്യം എടുത്തു നോക്കിയാൽ നമ്മുടെ ഇവിടുത്തെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങുമ്പോൾ അതിനെല്ലാം കമ്മീഷനുണ്ട്. ഈ കമ്മീഷനെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്?
ഒരു ട്രാൻസ്പോർട്ട് ഒരു ബസിന്റെ ചേസസ് വാങ്ങുമ്പോൾ ലഭിക്കുന്ന കമ്മീഷൻ, ഈ കമ്മീഷൻ എവിടെ പോകുന്നു? പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ശ്രീ എം.എൻ. ഗവർണർ നായർ ഗതാഗത വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അന്ന് ചേസസ് വാങ്ങുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ CPIയുടെ ഫണ്ടിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ടിലേക്കും കമ്മീഷൻ തുക നേരിട്ട് പോകുന്നതായിട്ട് അറിവില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. 1 ലിറ്റർ സ്പിരിറ്റ് കേരളത്തിൽ വരുമ്പോൾ അതിന് ലഭിക്കുന്ന കമ്മീഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ക്വാർട്ടർ മദ്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പെട്ടിക്കകത്ത് 12 കുപ്പി അടച്ച് പാക്ക് ചെയ്ത് വരുന്ന മദ്യത്തെയാണ്. ആ ഒരു പെട്ടി മദ്യം കേരളത്തിൽ വരുമ്പോൾ 13 14 അതിൽ കൂടുതലോ പഴയ കൂടുതൽ റേറ്റോ ഇന്ന് കമ്മീഷനായി ലഭിക്കുന്നുണ്ട്. ഈ കമ്മീഷൻ ആരുടെയെല്ലാം അക്കൗണ്ടിലേക്ക് ആരുടെയെല്ലാം മേഖലയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ സർക്കാർ വക വാഹനങ്ങൾ വാങ്ങുമ്പോൾ, പുതിയ കാറുകൾ വാങ്ങുമ്പോൾ, പുതിയ സ്കൂട്ടറുകൾ ബൈക്കുകൾ വാങ്ങുമ്പോൾ, ജീപ്പുകൾ വാങ്ങുമ്പോൾ, ഓഫീസിൽ പുതിയ ഫർണിച്ചറുകൾ വാങ്ങിയിടുമ്പോൾ, മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുമ്പോൾ അവിടെയെല്ലാം ലഭിക്കുന്ന കമ്മീഷനുകൾ ആരുടെയെല്ലാം പോക്കറ്റുകളിലേക്കാണ് പോകുന്നതെന്ന് ഒരു സുതാര്യമായ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ചാൽ വളരെ അത്ഭുതകരമായ ചില കണക്കുകൾ പുറത്തു വരും. ഇതെല്ലാം ഭരണത്തിന്റെ തലപ്പത്തായാലും പ്രതിപക്ഷത്തിന്റെ തലപ്പത്തായാലും ഇരിക്കുന്നവർക്കറിയാം. അവരെല്ലാം മൗനം പാലിക്കുന്നത് ഇതിന്റെ വിഹിതം അവർക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതൊരു വെറും ആരോപണമായിരിക്കില്ല. ഇത്തരം കാര്യങ്ങളിലൊന്നും മാറ്റങ്ങൾ ആര് ഭരിച്ചാലും മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോണില്ല. അതിങ്ങനെ തുടരും. പലപ്പോഴും ഇടനിലക്കാരായി നിൽക്കുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. അതിങ്ങനെ ശീലിച്ചതാണ്. കൈക്കൂലി കേരളത്തില് ഇടയ്ക്കിടെ സർവേയിൽ വന്ന 1-2 വർഷങ്ങൾക്ക് മുമ്പ് സർവേയിൽ വന്നത് കേരളത്തിൽ സത്യസന്ധമായി ജോലി ചെയ്യുന്നത് 20% താഴെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റ് 80% കൈക്കൂലിയും അഴിമതിയും കാര്യക്ഷമതയില്ലാത്തവരും ഒക്കെയാണെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അവിടെയും ഇത് തന്നെയാണ് സ്ഥിതി. 20% താഴെയുള്ള പൊതുപ്രവർത്തകർ മാത്രമേ, രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമേ സത്യസന്ധരായിട്ടുള്ളൂ എന്നും മറ്റുള്ള പൊതുപ്രവർത്തകരെല്ലാം ഇത്തരം സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ, സർക്കാർ ജീവനക്കാരെ പോലെ അഴിമതിയും കൈക്കൂലിയും ഒക്കെ വാങ്ങുന്നവരാണെന്നാണ് അർത്ഥം. ഇതിന് ഉടനെയൊന്നും മാറ്റം ഉണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല. നന്ദി, നമസ്കാരം.